ഒരു ജയിലിൽ ഒരു അന്തേവാസി വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ നമ്മൾ നൽകുന്നു എന്നുള്ളത് ആദ്യമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിലുള്ളതാണ് ഒരു ഷർട്ട്, ഒരു ഷർട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ജയിലിൽ തന്നെ നിർമ്മിക്കുന്ന ഷർട്ടാണ്. ജയിൽ മാനുഫാക്ചറിൽ നിർമ്മിക്കുന്ന, തടവുകാരൻ തന്നെ നിർമ്മിക്കുന്നതാണ്. പ്രത്യേകിച്ച് സൈസ് ഇല്ല, അപ്പോൾ ഫ്രീ സൈസ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന യൂണിഫോമാണ്. അത് ശിക്ഷാ തടവുകാർക്കാണ് കൊടുക്കാറുള്ളത്. റിമാൻഡുകാർക്കും നമ്മുടെ വിചാരണ തടവുകാർക്കും അത് നൽകാം. അവരവരുടെ ഡ്രസ്സ് തന്നെ അവർക്ക് ധരിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് അവർക്ക് അതെ 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 പിന്നെ ഉള്ളത് അവർക്ക് ഒരു മുണ്ടുണ്ട്. ഇത് ഒരു ജോഡി ഇതാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നീട് ഇത് നമ്മുടെ ജയിലിന്റെ ഒരു മുഖഛായ ഉള്ള ഒരു സാധനമാണ്. കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേര് ജമുക്കാളം എന്നാണ്. പണ്ട് തൊട്ടുള്ള ഡെറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സംഭവമാണ്. അപ്പൊ ഇതിനിങ്ങനെ നീല വരെയുള്ള ഇത് പണ്ടത്തെ ജയിലിന്റെ ഒരു മുഖഛായ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത്. അതെ അതെ അതെ. അടിവസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ പായ്, 2 പാത്രം, ഗ്ലാസ്, മൊന്ത, പിന്നെ ഒരു സോപ്പ് കണ്ടില്ലേ? സോപ്പും ജയിലിൽ നിർമ്മിക്കുന്ന സോപ്പാണ്. അതെ, ആ സോപ്പ് എടുത്തേ. ഈ സോപ്പ് ജയിൽ നിർമ്മിത സോപ്പാണ്. ഒരു മൊന്ത കൊടുക്കുന്നുണ്ട്. നല്ല മണമുള്ള സോപ്പാണ്. കാരണം ഇത് പ്യൂർ വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന സോപ്പാണ്. നമ്മൾ വേറെ മായം ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. ഗ്ലാസ്, പിന്നെ ഈ പാത്രം, 2 പാത്രം കൊടുക്കുന്നു. കാരണം സാധാരണഗതിയിൽ രാത്രി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. രാത്രി വിതരണം നടക്കില്ല. അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പം രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വാങ്ങി ഇങ്ങനെ അടച്ച് സൂക്ഷിച്ചിട്ട് രാത്രി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം എന്നുള്ള കൺസെപ്റ്റാണ്. അങ്ങനെയാണ്. അത് നമുക്ക് ജയിൽ മെനു ഡയറ്റ് സ്കെയിൽ അനുസരിച്ചുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇത് സാധാരണ എല്ലാ വലിയ എന്താണ് പറയുക, വലിയ പൂരന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന എവിടെയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സാധാരണ എല്ലാ കുറ്റവാളികളും എത്ര ക്രൂരന്മാരായാലും ഞങ്ങൾ അവരെ നല്ലതാക്കി എടുക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു. അതെ, ഞങ്ങള് ക്രൂരന്മാരല്ല, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ. പുറത്തുനിന്ന് വലിയ ഗുണ്ടായിസമൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരെല്ലാവരും നല്ല മനുഷ്യരെയാണ് ഞങ്ങളകത്ത് കാണാറുള്ളത്. പിന്നീട് അവർക്ക് അതെ, ട്രാൻസ്ഫോർമേഷനും അതുപോലെ ഇവർ പുറത്ത് ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇവർ എന്തൊക്കെയാണെന്നുള്ള ഇവർക്ക്. പക്ഷെ അകത്ത് വരുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ അവരെ നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ ഞങ്ങളോടൊപ്പം വിധേയത്വം ഇതാക്കി തന്നെ തടവുള്ളികൾ കഴിയാറുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള അല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ച് പാർപ്പിക്കും. അല്ല, ഞങ്ങൾ നോർമൽ ബ്ലോക്സ്, അപ്പുറത്ത് സെല്ലുകൾ, ഇപ്പുറത്ത് ബാരക്സ്. ഈ ബാരക്കിൽ ഒരു 40ഓളം മുകളിലോട്ട് വരുന്നതാണ് ഒന്നിച്ച് പാർപ്പിക്കുക. സെല്ല് ബേസിൽ ഒരാൾ 2 പേർ ഒന്നിച്ച്. അതായത് ബാരക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് ജോലിക്ക് കൊണ്ടുപോകുന്ന, അതായത് ഇവരുടെ മാൻ പവർ ഉപയോഗിച്ച് ജയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, പിന്നെ കൃഷിയിടങ്ങൾ, അങ്ങനെയുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ തൊഴിലുകൾ, ഇതൊക്കെ ഇവർ തൊഴിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്കും കൂടി അതിൽ പ്രയോജനം ചെയ്യുന്നത്. അങ്ങനെയാണ് ബാരക്കിൽ താമസിക്കുക. കാരണം ഇവരെ ഒന്നിച്ച് നമുക്കെടുത്ത് ഇപ്പം ഇന്ന ജോലിയിലേക്ക് പോകേണ്ടവരെ വിളിക്കുമ്പോൾ ഈ ബാരക്കിൽ ഒന്നിച്ച് സെല്ലുകളാണെങ്കിൽ ഓരോന്നും. ബാരക്ക് 6 എണ്ണമുണ്ട്. 6 ബാരക്കിന് 6 ബ്ലോക്ക് എന്നാണ്. 6 ബ്ലോക്ക്. അതിൽ തന്നെ 4 വീതം ബാരക്സ് ആണ്. 6 ബ്ലോക്കുകൾ സർക്കിൾ ബ്ലോക്കിൽ മൊത്തം 6 ബ്ലോക്ക് ഉണ്ട്. 6 ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിലും 4 ബാരക്സ്. അതെ, ഇത് ശിക്ഷാപ്രതികൾക്കുള്ള 13 ബ്ലോക്കുകളുണ്ട്. ബ്ലോക്ക് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എന്താണെന്ന്, ബാരക്കുകൾ എങ്ങനെയാണ്, അത് നമ്മുടെ മിനിയേച്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അല്ല, നമ്മൾ സബ് ജയിലിൽ പോയാൽ ഉള്ള സെല്ലുകൾ കുറച്ചാണ്. പുള്ളി ബാരക്കാരും കൊടുക്കും.